Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിയ സീഡ്സ് കൊണ്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ ഈ ചിയ സീഡ്സ് നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഈ ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ സാലഡിൽ ഞാനൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേസ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് ഇവിടെ എടുക്കുന്നത് ചിയ സീഡ്സ് ആണ്. അപ്പോൾ 3 ടീസ്പൂൺ ചിയ സീഡ്സ് ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണ്. 1 മണിക്കൂറെങ്കിൽ നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ ഈ ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് നമ്മുടെ ഈ ചിയ സീഡ്സ്. അതുപോലെ തന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ കാരണം നമുക്ക് ഇത് നല്ലൊരു ഫില്ലിങ് തരും, പെട്ടെന്ന് വിശക്കൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സീഡ് കൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സാലഡായിട്ടോ പുഡിംഗ് ആയിട്ടൊക്കെ എടുക്കാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് പറയാം. അത് വേറൊന്നുമല്ല, നമ്മുടെ ആൽമണ്ട് ഗമ്മാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ആ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നന്നാരി സർബത്തിൻ്റെ കൂടെ ഞാൻ ഈ ആൽമണ്ട് ഗമ്മ് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു വീഡിയോവും പിന്നെ fuljar സോഡ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ. അപ്പോൾ ആ 2 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആൽമണ്ട് ഗമ്മിനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ആൽമണ്ട് ഗം നമ്മുടെ ബോഡിയെ നല്ലപോലെ കൂളായി വെക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇതും ഞാൻ ഈ ഒരു ഫ്രൂട്ട് സാലഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ ഫ്രൂട്ട് സാലഡിന് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എടുക്കാം ഏത് ഫ്രൂട്ട്സ്. ഇപ്പോൾ ഞാൻ എടുത്ത ഈ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഈ ഫ്രൂട്ട് സാലഡ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി എടുക്കുന്ന കാരണം ചക്കയും മാങ്ങയും മാത്രം ഒഴിവാക്കി ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിയ സീഡ്സും ആൽമണ്ട് ഗമ്മെല്ലാം നല്ലപോലെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആൽമണ്ട് ഗം നമ്മൾ 8 മണിക്കൂറാണ് കുതിർത്ത് വെക്കേണ്ടത്. അപ്പോഴേ ഇതുപോലെ സോഫ്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ഈ ചിയ സീഡ്സിൽ കുറച്ച് വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ചിയ സീഡ്സ് ഞാനിവിടെ വെള്ളത്തിലാണ് കുതിർക്കാൻ വെച്ചത്. നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിലും കുതിർക്കാം, അതെങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഏലക്ക പൊടിയും കൂടി, അതായത് ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഞാൻ തേനാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിയ സീഡ്സും ആൽമണ്ട് ഗമ്മെല്ലാം ഇവിടെ നല്ലപോലെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാലഡ് തയ്യാറാക്കാം. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആൽമണ്ട് ഗമ്മ്, ഇത് 2 സ്പൂണാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ ചിയ സീഡ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഫ്രൂട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കിവി ഫ്രൂട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും ഈ ഗ്ലാസ്സിനകത്തേക്കിട്ട് ഓരോരോ ലെയർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇടയിലിടയിൽ ഞാൻ തേനും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആപ്പിളാണ്. അപ്പോൾ അതൊരു 2 സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ, ഇത് കൂടുതൽ പുളിപ്പ് വേണ്ടാന്ന് കരുതി 1 ടീസ്പൂണാണ് ഓറഞ്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പൊമഗ്രാനേറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ 1 ടീസ്പൂൺ ആൽമണ്ട് ഗമ്മാണ് വീണ്ടും ചേർക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ ചിയ സീഡും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അഗെയിൻ ഫ്രൂട്ട്സ് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 1 by 1 ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എൻ്റെ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബൗളിൽ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് ആൽമണ്ട് ഗമ്മും ചിയ സീഡ്സ് എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ ലെയറായി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് തേനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വെയിറ്റ് ലോസിന് പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണിത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് കൂടിയാണ്. അപ്പോൾ ഫ്രൂട്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ സാലഡായിട്ട് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും വളരെയധികം യൂസ്ഫുള്ളായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.